ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് 12 പുതിയ ഫയർ സ്റ്റേഷനുകൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് നഗരത്തിലെ സെന്റ് പാട്രിക്സ് പള്ളിയോട് ചേർന്ന ഓടുമേഞ്ഞ കെട്ടിടത്തിൽ തീപിടുത്തം. ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യ പുരോഗതിക്കുള്ള മണിമുത്തുകളെന്ന് ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ. വള്ളിക്കുന്ന് നിറങ്കഴുതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനം. കാഴ്ചയുടെ പരിമിതികളെ മറികടന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി വടകര സ്വദേശിനി ജസീല ജന്നത്ത്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് 12 പുതിയ ഫയർ സ്റ്റേഷനുകൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാവൂർ ഫയർ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഫയർ സ്റ്റേഷൻ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത്. 18 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും 3 വാഹനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും ഫയർ സ്റ്റേഷനിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാവൂർ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെ ദുരന്ത ലഘൂകരണ സേനയെ പരിഷ്കരിക്കാൻ സർക്കാരിനായതായി മുഖ്യമന്ത്രി പറഞ്ഞു. 2018 പ്രളയത്തിനു ശേഷം നിരവധി മാറ്റങ്ങളാണ് അഗ്നിരക്ഷാ വകുപ്പിൽ ഉണ്ടായത്. ഏതു തരത്തിലുള്ള അത്യാഹിതങ്ങളെയും നേരിടാൻ സേന പര്യാപ്തമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് PT റഹീം MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കഠിന പരിശ്രമങ്ങൾ നമ്മൾ ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. അതിനാവശ്യമായുള്ള 18 സ്റ്റാഫിനെ ഉൾപ്പെടെ സർക്കാർ നിശ്ചയിച്ച ആവശ്യമായ അത്യാവശ്യ ഉപകരണങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും നമ്മളുടെ ദൗത്യം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം പഞ്ചായത്ത് താൽക്കാലികമായി ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഫയർ സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരി സമൂഹവും ഉണ്ടാക്കിയിട്ടുള്ള ഷെഡ് ഉൾപ്പെടെ MLA ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മറ്റ് അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല ഇത് പ്രവർത്തിക്കുന്ന സ്ഥലം നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി ഗോളിയോ റൺസ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഫയർ സ്റ്റേഷന് സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി നമുക്കിപ്പോൾ ആരംഭിക്കേണ്ടതുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗ്രവാൾ, മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C മുനീറത്ത്, ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് MK നദീർ, വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് V ആരിഫ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ. കോഴിക്കോട് നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളിയിൽ തീപിടുത്തം. ഫ്രാൻസിസ് റോഡിലെ സെന്റ് പാട്രിക്സ് പള്ളിയോട് ചേർന്ന ഓടുമേഞ്ഞ കെട്ടിടമാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളും ഫർണിച്ചറും ഉൾപ്പെടെയുള്ള സാധനങ്ങളും നിർത്തിയിട്ടിരുന്ന കാറും അഗ്നിക്കിരയായി. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പരിസരത്തു നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ ഒരാൾ ഈ കെട്ടിടത്തിന് മുകളിലൂടെ നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പള്ളി അധികൃതരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യ പുരോഗതിക്കുള്ള മണിമുത്തുകളെന്ന് ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ആചാരാനുഷ്ഠാനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ അവലോകനം ചെയ്ത പ്രഭാഷണമായിരുന്നു അതിഥികളായി എത്തിയ ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദയുടെയും CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച് വികാർ ഡോക്ടർ TI ജെയിംസിന്റെയും ജില്ലാ മസ്ജിദ് ഇമാം സൈനുൽ ആബിദ് തങ്ങളിന്റെയും വാക്കുകളിൽ നിന്നും കേൾക്കാനായത്. ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യ പുരോഗതിക്കുള്ള മണിമുത്തുകളെന്ന് ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ പറഞ്ഞു. ഗുരുക്കന്മാരുടെ കൃതികൾ, ബൈബിൾ, ഖുർആൻ തുടങ്ങിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി ശ്രേയസ്സും പ്രയസ്സും നിറഞ്ഞ തരത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള മണിമുത്തുകളാണ്. സ്വയത്തിൽ നിന്നും പരിസരത്തേക്കുള്ള യാത്രയാണ് നോമ്പെന്ന് CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച് വികാർ ഡോക്ടർ TI ജെയിംസ് അഭിപ്രായപ്പെട്ടു. സ്വയത്തിൽ നിന്ന് പരിസരത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചിന്തിക്കേണ്ട സമയമാണ്. പുറത്തുള്ള ആളുകളുടെ ജീവിതങ്ങളെയും പ്രയാസങ്ങളെയും കാണുകയും അവരോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുവാനും സമയമാണ്. അർത്ഥവത്തായ രീതിയിൽ ഈ നോമ്പ് ആചരിക്കുവാനും ഇഫ്താർ സെലിബ്രേറ്റ് ചെയ്യുവാനും സന്തോഷത്തിന്റെ സമയമായി തീരുവാനും സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. വിശപ്പ് സഹിച്ചുള്ള നോമ്പല്ല, സൂക്ഷ്മത പാലിച്ചുള്ള നോമ്പാണ് വേണ്ടതെന്ന് നടക്കാവ് ജില്ലാ മസ്ജിദ് ഇമാം സൈനുൽ ആബിദ് തങ്ങൾ പറഞ്ഞു. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും. ഇപ്പൊ നാം വിശപ്പ് സഹിക്കുന്നു, അപ്പൊ ഒരു ആളെ കാണുമ്പോൾ, ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയാളെ സഹായിക്കണം തോന്നും. നമുക്കൊരു ഭക്തിയുള്ള യഥാർത്ഥ നോമ്പുകാരനാണോ, യഥാർത്ഥ ഭക്തിയായിരിക്കണം. കപട ഭക്തിയെ പറ്റി നമുക്ക് ഇവിടെ സംസാരമില്ലല്ലോ, നമ്മളൊക്കെ നല്ലവരാണല്ലോ. അപ്പോ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സക്കാത്ത് മറ്റുള്ളവരെ അതിന്റെ കടമയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാവും. ചേംബർ ഭവനിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദിരാജ, PM ഷാനവാസ്, ഡോക്ടർ K മൊയ്തു, M മുസമ്മിൽ, റാഫി P ദേവസ്യ, സുബൈർ കൊളക്കാടൻ, ഐബ് തോമസ്, സുന്ദർ രാജുലു തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചരിത്രപ്രസിദ്ധമായ വള്ളിക്കുന്ന് നെറങ്കൈതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. സാംസ്കാരിക സമ്മേളനം P അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഉഷപൂജ, പൂമൂടൽ, ഉച്ചപൂജ, കൂറയിടൽ, കളം കുറിക്കൽ, ചൊവ്വല്ലൂർ മോഹനന്മാരുടെ പ്രമാണത്തിൽ ആൽത്തറമേളം, കാഴ്ചശീവേലി, താലപ്പൊലി, പറമ്പിലേക്കുള്ള എഴുന്നള്ളത്ത്, തിരിച്ചെഴുന്നള്ളത്ത് എന്നിവ നടന്നു. വൈകിട്ട് നടന്ന മഹാഗുരുതി തർപ്പണം ദർശിക്കാനും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാത്രിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം P അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി രാജ PKS കേരളവർമ്മ ഭദ്രദീപം തെളിയിച്ചു.
മുഖ്യാതിഥിയായി പങ്കെടുത്ത വയലാർ ശരത് ചന്ദ്ര വർമ്മയ്ക്ക് 3ാമത് ദേവി പുരസ്കാരം MLA സമർപ്പിച്ചു. തുടർന്ന് കാഞ്ഞിലശ്ശേരി വിനോദ് മാരാരും വിഷ്ണു കാഞ്ഞിലശ്ശേരിയും ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും ആനന്ദ ഭൈരവ ശർമ്മ നയിക്കുന്ന ആനന്ദ സംഗീതവും അരങ്ങേറി. രാത്രി 11:30 കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ ഭഗവതിയുടെ തിടമ്പേറ്റി താലപ്പൊലി പറമ്പിലേക്ക് എഴുന്നള്ളി. കളം പാട്ടിന്റെ ചടങ്ങുകളോടെ താലപ്പൊലി ചടങ്ങുകൾ സമാപിച്ചു. ഇനി 7 ദിവസത്തേക്ക് ക്ഷേത്രം അടയ്ക്കും. 7ാം പുണ്യാഹത്തിനായി മാർച്ച് 12-ന് മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ നട തുറക്കും. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ കണ്ടെത്തിയ വയോധികന് മിറാക്കിൾ ഷെൽട്ടർ ഹോം സംരക്ഷണമൊരുക്കി. ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത വയോധികന് ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സകൾ ആരംഭിച്ചു. രാമനാട്ടുകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവശനിലയിൽ കണ്ടെത്തിയ വയോധികന് അടിയന്തര സഹായം ലഭിക്കാൻ കാരണം കോഴിക്കോട് സിറ്റി ട്രാഫിക് വിഭാഗത്തിലെ ASI മൂസക്കോയയുടെ മാനുഷികവും കരുണാപരവുമായ ഇടപെടലാണെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. മിറാക്കിൾ ഷെൽട്ടർ ഹോം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത വയോധികനെ ഫറോക്ക് താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സകൾ ആരംഭിച്ചു. ജീവകാരുണ്യ പ്രവർത്തക സക്കീന ഐക്കരപ്പടി, മിറാക്കിൾ ഷെൽട്ടർ ഹോം സെക്രട്ടറി ഷബീർ അലി കോടമ്പുഴ, ജോയിന്റ് സെക്രട്ടറി അസിനു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനു ജോസഫ്, അനിത, അമൻ തുടങ്ങിയവർ ചേർന്നാണ് വയോധികനെ ആശുപത്രിയിലെത്തിച്ചത്. വയോധികന്റെ തുടർന്നുള്ള ചികിത്സയും പരിചരണവും സംരക്ഷണവും മിറാക്കിൾ ഷെൽട്ടർ ഹോം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഏറ്റെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. സമൂഹത്തിൽ നിരാലംബരായി കഴിയുന്നവർക്ക് ആശ്രയവും സംരക്ഷണവും നൽകുക എന്നതാണ് മിറാക്കിൾ ഷെൽട്ടർ ഹോമിന്റെ ലക്ഷ്യം. സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി കൈത്താങ്ങാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാഴ്ചയുടെ പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചിരിക്കുകയാണ് വടകര സ്വദേശിനി ജസീല ജന്നത്ത്. UPSC പ്രസിദ്ധീകരിച്ച സിവിൽ സർവീസ് റാങ്ക് പട്ടികയിൽ 397-ാം റാങ്ക് നേടിയാണ് ഈ മിടുക്കി സ്വപ്ന നേട്ടം കൈവരിച്ചത്. സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിനായി 3 തവണയാണ് ജസീല പരീക്ഷ എഴുതിയത്. സോഷ്യോളജി ആയിരുന്നു ഐച്ഛിക വിഷയം. തന്റെ വിജയത്തിന്റെ വലിയൊരു പങ്ക് സൈലം IASലെ 1 വർഷത്തെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഗൈഡൻസ് പഠനത്തിനാണെന്ന് ജസീല കരുതുന്നു. 2025 മാർച്ചിൽ ആരംഭിച്ച സൈലത്തിന്റെ സിവിൽ സർവീസ് ബാച്ചിലായിരുന്നു ജസീല ചേർന്നത്. തന്റെ തയ്യാറെടുപ്പിൽ സിലബസ് പഠിച്ചെടുക്കുന്നതിനായി ഓഡിയോ അധിഷ്ഠിത പഠന രീതികൾ, വോയിസ് ടു ടെക്സ്റ്റ് ടൂളുകൾ, സഹപാഠികളുമായി ചേർന്നുള്ള ചർച്ചകൾ എന്നിവ പ്രയോജനപ്പെടുത്തിയതായി ജസീല വ്യക്തമാക്കി. ജസീറ മൻസിലിലെ പരേതനായ കുഞ്ഞബ്ദുള്ളയുടെയും സൈനബയുടെയും മകളായ ജസീല സ്കൂൾ കാലഘട്ടം മുതലേ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നു. ജസീല കലാരംഗത്തും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ജസീല ഉൾപ്പെടെ സൈലത്തിൽ നിന്നുള്ള 29 വിദ്യാർത്ഥികളാണ് ഇത്തവണ റാങ്ക് കരസ്ഥമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും.
രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നടുവട്ടം ഉറവ് സാംസ്കാരിക വേദി കുടുംബസംഗമം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കൊട്ടും പാട്ടും നാടൻപാട്ടും കലാപരിപാടികളും അരങ്ങേറി. നടുവട്ടം ഉറവ് സാംസ്കാരിക വേദി കുടുംബസംഗമം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉറവ് ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഈ കുടുംബസംഗമം തന്നെ എല്ലാ കുടുംബങ്ങൾക്കും പരസ്പരം സൗഹൃദം പങ്കുവെക്കാൻ സന്തോഷം അതിലൂടെ ഇരട്ടിയാക്കാൻ സാധിക്കുന്നതാണ്. പ്രസിഡന്റ് സ്വരൂപ് ശിവപുരി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളായ C. രാധ, OK. സുഭദ്ര എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ K. രാജീവ്, കൌൺസിലർ KP തസ്ലീന, ക്ലബ്ബ് സെക്രട്ടറി C. അനിൽകുമാർ, MK ബൈചുലാൽ പണിക്കർ, KV ശിവദാസൻ, മുരളി ബേപ്പൂർ, രവിശങ്കർ ബേപ്പൂർ, P. ഷീബ ബൈ, CK ഗണേഷ്, OK. സദാനന്ദൻ, വിനയൻ ബേപ്പൂർ എന്നിവർ പ്രസംഗിച്ചു. രംഗീഷ് കടവത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നാൽ ചിരിച്ച് മരിച്ചു. ആരെങ്കിലും വരുമ്പോൾ എൻ്റെ ഭാര്യേൻ്റെ ഒരു ഓട്ടം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കരിമ്പം തോർത്ത് മാറ്റുന്നു, നല്ലൊരു ടർക്കി വെക്കുന്നു, ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നു, ബെഡ്ഷീറ്റ് അതിൻ്റെ മേലെ, ആ പൊയ്ത്തേൻ്റെ മേലെ നല്ലൊരു ബെഡ്ഷീറ്റ് വിരിക്കുന്നു, നല്ല പ്ലേറ്റ്, നല്ല മാറ്റ്. ഇയാൾ പോകേണ്ട താമസം ഇതെല്ലാം മടക്കി പെട്ടിയിൽ വെക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് കാണാൻ പോലും ഉള്ള അർഹതയില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങിച്ചു വെച്ച നല്ല സാധനങ്ങളൊക്കെ പെട്ടിയിൽ വെക്കുന്ന ഒരു സംസ്കാരമാണ്. ഇതുപോലെ തന്നെയാണ് മലയാളിയുടെ സ്നേഹവും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സൈക്കോളജിസ്റ്റ് പ്രിയ രമേശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. തളി പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സൈക്കോളജിസ്റ്റ് പ്രിയ രമേശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. Because I don't believe in coincidence. I believe that each of you here is here for a reason, and I'm here for a reason as well. So I'm very, very glad to meet all of you and share a little bit about the topic. അസോസിയേഷൻ പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് ലക്ഷ്മി നന്ദകുമാർ, ഗീതാ നാരായണൻ, രാധാമണി മോഹനചന്ദ്രൻ, രമണി മോഹൻ, ഗീതാ കരുണാകരൻ, ശശികല തമ്പാൻ, മഞ്ജുള TK എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗീതാ ലക്ഷ്മി, സിതാര സേതു എന്നിവർ അവതരിപ്പിച്ച അമ്മ മലയാളം കവിതാ ആവിഷ്കാരം പരിപാടിക്ക് മികവേകി. കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ തന്റെ കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് ഭൂതത്തിന് നൽകുന്ന അമ്മ, തെച്ചിപ്പൂ പറിച്ച് കുഞ്ഞിനെയുണ്ടാക്കി അമ്മയ്ക്ക് നൽകുന്ന ഭൂതം, അവസാനം ഭൂതത്തെ ശപിച്ച് ചാമ്പലാക്കാൻ നോക്കുന്ന അമ്മയുടെ മുന്നിൽ ഭൂതം തോറ്റു പിന്മാറുന്നു. ഭൂതമായാലും അമ്മയായാലും ആ മാതൃസ്നേഹം നമ്മെ കരയിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമ ജപം നടന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. കന്യാകുമാരി മുതൽ കാഞ്ചി, കാമകോടി വരെയുള്ള 108 ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പാരായണത്തിന്റെ ഭാഗമായാണ് ശ്രീ ലളിതാ സഹസ്രനാമ വേദപഠന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും നാമജപ പാരായണം നടന്നത്. പരിപാടിക്ക് PR സുനിൽ സിംഗ്, PS വിജയകുമാർ, AP സായി നാരായണൻ, TV നാരായണൻ, മോഹനൻ, ശിവൻ, K ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഈ ലോകത്തിൽ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ അതാണ് നമ്മൾ പറയുന്നത് ലോകാസംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയും പെട്ടെന്ന് ഇപ്പോ ഈ ലോകത്ത് എവിടെയെങ്കിലും അശാന്തി യുദ്ധങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് ശമിച്ച് എല്ലാവർക്കും ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഭഗവതി അനുഗ്രഹിച്ച് നമുക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം നമ്മുടെ ഈ ജപം ഭഗവതിക്ക് സമർപ്പിക്കാൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് 12 പുതിയ ഫയർ സ്റ്റേഷനുകൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് നഗരത്തിലെ സെന്റ് പാട്രിക്സ് പള്ളിയോട് ചേർന്ന ഓടുമേഞ്ഞ കെട്ടിടത്തിൽ തീപിടുത്തം. ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യ പുരോഗതിക്കുള്ള മണിമുത്തുകളെന്ന് ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ. വള്ളിക്കുന്ന് നിറങ്കഴുതക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനം. കാഴ്ചയുടെ പരിമിതികളെ മറികടന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി വടകര സ്വദേശിനി ജസീല ജന്നത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.